ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വ്ളോഗും ഗെയിമുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനും എൻ്റെ കസിൻസും എല്ലാവരും കൂടെ മാമിയുടെ വീട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മാമിയുടെ വീട്ടിൽ എത്താറായിട്ടുണ്ട്. ഇന്ന് നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും മാമിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് കളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഉച്ച സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ചിക്കൻ ബിരിയാണി കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു എഗ്ഗും ഉണ്ടായിരുന്നു. അപ്പം ഞാനും നമ്മളെ ഹിബായും അബ്ദു, ആമാനും ആമാൻ, ഐസൈക്ക, നമ്മളൊക്കെ എല്ലാവരും കൂടെയാണ് ഇരുന്ന് കഴിച്ചത്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഐസൈക്കാണെങ്കിൽ പപ്പടം വേണമെന്ന് പറഞ്ഞപ്പോൾ എടുത്ത് കൊടുത്തപ്പോൾ ഒറ്റൊരു വരിക്കെന്നെ വാങ്ങിച്ചെടുത്തു. അപ്പോൾ ഞാനും പറഞ്ഞു എനിക്കും വേണമെന്ന്. അപ്പോൾ കൊണ്ടുവന്നു. നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. സലാഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കഴിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വൈകുന്നേരം ഐസ്ക്രീം വാങ്ങിച്ചിരുന്നു. നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആമാൻ്റെ കയ്യിൽ നിന്നിരുന്ന ഐസ്ക്രീം ഒക്കെ അലിഞ്ഞു പോകുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം ഞാനും ഹിബായും ഒരുമിച്ചാണ് കഴിക്കുന്നത്. അതുപോലെ അബ്ദുയും അമ്മാനും. നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പസിൽ ഗെയിം അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് കവർ ഒന്ന് പൊട്ടിക്കാം. ഓക്കെ, നമ്മൾ ഇളക്കിയിട്ടുണ്ട്. നമുക്കത് ഊരിയെടുക്കാം. പിന്നെ നമുക്ക് തുറക്കാം. നമ്മൾ തുറന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു പസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവർ ഫിറ്റ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 3 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം 3 ഇതുപോലെ നമുക്ക് കിട്ടിയിരുന്നത്. അപ്പം ഞാനും ഹിബയും കൂടെ ഒരു ഗെയിമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 പസിൽ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഹിബായും ഒരെണ്ണം ഞാനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് തന്നെ. ഇത് നമുക്ക് ഓരോരോ പീസായിട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതുപോലെ തന്നെ എല്ലാ പീസും മാറ്റിയെടുത്തിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓരോന്നായിട്ട് ഇളക്കിയിട്ടിരിക്കുകയാണ്. ഹിബാൻ്റെത് തീരെ അറിയാം. എനിക്കിനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഓക്കെ, നമുക്ക് ഇനി 2-3 പീസും കൂടെ ഉള്ളൂ. നമ്മൾ ഇളക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓരോരോ പസിലായിട്ട് വെച്ചു ഉണ്ടാക്കാം. നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹിബ ആണെങ്കിൽ 1-2 പീസസൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനാണെങ്കിൽ ഒരു പീസും ഇതാക്കിയില്ല. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പം എങ്ങനെ ചെയ്ത് തീർക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം അതിൻ്റെ പീസ് ഏതാണ് നോക്കിയാണ് ഇരുന്നത്. ഒരെണ്ണം പോലും കിട്ടില്ല. നമ്മൾ ഹിബ പകുതിയൊക്കെ ചെയ്തു. ഞാൻ
ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. നോക്കാം. എനിക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ വല്യമ്മ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അബ്ദുവും അമ്മാനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയിട്ടിടയ്ക്കാണ്. നമ്മൾ ഹിബാൻ ഐസയ്ക്കായും റസീക്കയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പീസ് ഇപ്പോൾ ചെയ്തിപ്പോൾ 2-3 പീസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം പകുതി കംപ്ലീറ്റ് ചെയ്തു. ഫ്രണ്ട്സ്, നമ്മൾ ചെയ്ത് വന്നിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനിപ്പോൾ ഈ പസിൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ഈ ഗെയിമിലൊക്കെ കളിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒറിജിനൽ കളിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്കറിയില്ല. ഇങ്ങനെയാണ് ചെയ്ത് തീർക്കാനുള്ളതാണ്. ഭയങ്കര ടെൻഷനായിരുന്നു. അവൾ ചെയ്ത് തീർക്കോ ഞാൻ ചെയ്ത് തീർക്കോ, ആരാണ് ജയിക്കുന്നത്, ഞാൻ തോക്കോ അവൾ ജയിക്കുക എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഹിബ ആണെങ്കിൽ പകുതി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഞാൻ 2-3 പീസേ വെച്ചിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഹിബ അടുത്ത പീസ് വെച്ചു. അപ്പം നമ്മൾ ഹിബാര സൈഡിലിരിക്കുന്ന ഐസയ്ക്കാൻ അമ്മാനൊക്കെയാണ്. ഓക്കെ, അബ്ദുവിനൊരു വാട്ടർ ഗൺ ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചാണ് മറ്റേ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഹിബ പകുതി വരെ ചെയ്ത് തീർത്തു, പക്ഷെ ഞാൻ ഒരെണ്ണം പോലും ചെയ്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, അവൾ ജയിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം ആരാണ് ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹിബ അടുത്ത പീസൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ ഏത് പീസാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓരോരോ പീസ് ഞാൻ വെച്ച് നോക്കി, അപ്പോഴാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്. ചിലതൊക്കെ നമുക്ക് വല്യമ്മ പറഞ്ഞു തന്നു. അപ്പോൾ ഹിബ പകുതി ചെയ്തു. ഞാൻ 2-3 പീസസേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഹിബയും കൂടെ ഇപ്പോൾ പസിൽ കളിക്കുന്നത്. അപ്പോൾ ഇക്കായ ഐസിലേക്കും കൂടെ അടുത്ത വീഡിയോയിൽ പസിൽ കളിക്കുന്നത് നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കളിക്കാം. ഇപ്പോൾ ഹിബ പകുതി ചെയ്തു. ഇപ്പോഴും ഞാൻ നേരത്തെ നിന്ന് അതേ ഞാൻ നിൽക്കുകയാണ്. ഇപ്പോൾ പകുതി ചെയ്ത് തീർത്തു. ഒരു സൈഡ് ചെയ്ത് തീർത്തിരുന്നു, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. പിന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇവ പകുതി തീർത്തു. ഇപ്പോഴും ഞാൻ അതേ ഇതിൽ നിൽക്കുകയാണ്. അടുത്ത പീസ് നമുക്ക് കാണാനില്ല, കിട്ടുന്നില്ല. എവിടെയാണ് അടുത്ത പീസ് വയ്ക്കണമെന്ന് ഒരു പില്ലില്ലായിരുന്നു. അപ്പോൾ
ഇനി കുറേ ഉണ്ട് എനിക്ക് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ ഹിബാനിനി കുറച്ചേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും ഇത് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഫസ്റ്റ് ഞാൻ ഇപ്പോൾ പകുതി ചെയ്തു, പകുതി കൂടെ ചെയ്യണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനും ഹിബയും കൂടെ ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കളിക്കുന്നതും കാണുന്നതൊക്കെ. കാരണം ഇത്രയും ദിവസം അവർ സൗദിയിലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അവർ വന്നത്. അപ്പോൾ നമ്മൾ മാമിയുടെ വീട്ടിലൊക്കെ വന്നതാണ്. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിബാനും ടെൻഷൻ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ കൂളായിട്ടിരുന്ന് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോഴാണ് എനിക്ക് ഈ ഒരു ഗെയിമിൻ്റെ ട്രിക്ക് തന്നെ മനസ്സിലായത്. അപ്പോൾ ഞാൻ ടെൻഷനൊന്നും ഇല്ലാതെ ചെയ്തു തുടങ്ങി. ഹിബ ചെയ്തു. ചെയ്തു തുടങ്ങി. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ അവസാനം ആര് ജയിക്കുന്ന ആർക്കും ഒരു പേടിയുമില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മളെല്ലാവരും. നമ്മൾ എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആരാണ് ഇപ്പോൾ ജയിക്കുന്നത് ആരാണ് തോക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോഴേ ആരാണ് വിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ എടുത്തുകൊണ്ടിരുന്ന ഫോണിൽ ചാർജ് ചെയ്യുന്നു. ഇപ്പോൾ വേറെ ഒരു ഫോണിൽ എടുക്കുന്നതുകൊണ്ടാണ് ഒന്ന് ക്ലിയർ ഇല്ലാത്തത്. ചെയ്യാം. നമ്മൾ ഗെയിം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി ഹിബാന് 2-3 പീസ് വെക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഹിബ ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ലെങ്ത് subscribe. Thanks for watching.